ഹായ് ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാനെന്തെന്നും ബൈബിളൊക്കെ കാണിക്കണമെന്ന്? ബൈബിളിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മണി പ്ലാന്റൊക്കെ വെച്ച് രണ്ട് സംഭവങ്ങൾ കാണുന്നില്ലേ? അത് തന്നെയാണ് കേട്ടോ. അപ്പം അതിനെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനാണ് കേട്ടോ. ഞാനിടുന്ന വീഡിയോകൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വാഷിംഗ് മെഷീൻ ലിക്വിഡ് ഡിറ്റർജൻറ്റ് 2 ബോട്ടിലാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുവേ. എനിക്കിതൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും കേട്ടോ. എനിക്കൊന്നും കളയാൻ തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ടേ. ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഹോളിട്ട് നമുക്ക് മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെടി നടാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ അതിനകത്തിട്ട് വളർത്താം കേട്ടോ. അകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ 10 മണിയുടെ ആ ഒരു ബേസ് പൊട്ടിപ്പോയപ്പം ഞാൻ ആ 10 മണി ഇതിനകത്തേക്ക് നട്ടു വെക്കാം എന്നാണ് വിചാരിച്ചാണ് ഞാനിത് കട്ടി തുടങ്ങിയത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് പുറത്ത് കൊണ്ടുവയ്ക്കാൻ തോന്നിയില്ല. അകത്ത് തന്നെ നമുക്ക് മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികൾ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അതായത് അധികം ഹൈറ്റിൽ പോകാത്തത്, കാണുന്ന ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ടൈപ്പുള്ള ചെടികൾ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. എന്നാൽ പിന്നെ കയ്യിൽ പെയിൻറ്റ് ഇരിപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ അതിനെ ഒന്ന് ഡിസൈനും കൂടി ചെയ്തേക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെയാണ് ഞാൻ അതിന് പെയിൻ്റൊക്കെ അടിച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. വലിയ ഡിസൈനൊന്നുമല്ല, സിമ്പിൾ ഡിസൈനാണ്. ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിടിക്കുന്ന പിടിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ആ സൈഡ് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തുകൂടെ തന്നെ നമുക്ക് കത്രിക കൊണ്ട് നമുക്ക് ആ ഒരു വരച്ചു കൊടുത്തേക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാമേ. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഹാഫ് വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പിടിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് ഹാഫ് വെച്ച് കട്ട് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. അതിനൊരു വെറൈറ്റി ആക്കി മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുപോലത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റുകൾ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ തുണി കൊണ്ടാണെങ്കിലും നമ്മുടെ 50 വയസ്സ് കൂട് കൊണ്ടാണെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ട് കിട്ടുവാണെങ്കിലും ഞാൻ ഒരു സാധനവും കളയില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുവേ. ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കുറേ ഐറ്റംസ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. പക്ഷേ ഇന്നെന്താണെങ്കിലും കുറേ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ബോട്ടിൽ നിന്ന് എടുത്തത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര മൈൻഡ് റിലാക്സേഷനാണ് കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പിനെസ്സുമാണ്. കാരണം നമ്മൾ എങ്ങനെയോ കിടന്നൊരു ബോട്ടിൽ, അതായത് വെറുതെ കളയുക പിന്നെ അങ്ങനെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ബോട്ടിലുകൾ നമ്മൾ അതിനെ ഒരു ഭംഗിയാക്കി മാറ്റി അതിനകത്ത് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. അതിനകത്തെ വേസ്റ്റൊക്കെ കളയാതെ ഇതുപോലെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം കളയാതെ നമ്മൾ ഇതുപോലെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി നമ്മൾ വീടിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മളുണ്ടാക്കിയ ഒരു സാധനം ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേസ്റ്റിൽ വെറുതെ കളയേണ്ട സാധനം നമ്മളുണ്ടാക്കി അത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. തന്നെയല്ല, നമ്മൾ എത്രയോ വില കൊടുത്താലും നമ്മൾ വീട് അലങ്കരിക്കാൻ ഓരോന്ന് വാങ്ങണതല്ലേ. ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഹാരത്തിന് വേറെയാണ്, സന്തോഷം വേറെയാണ് കേട്ടോ. ഇതുപോലെ വേറൊരു ബോട്ടിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ 10 മണി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് അത് നിൽക്കുന്ന കാണാനായിട്ട്. ഇതിൻ്റെ മേൽവശം കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ലേ. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് മെഴുകുതിരി നാളം നിൽക്കത്തില്ലേ, ആ മെഴുകുതിരിയുടെ നാളം ആ ഒരു തിരി നിൽക്കുന്ന പോലെ തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് കളയണ്ടെന്ന് വിചാരിച്ചേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാം കൂടി ഇന്നൊരു ദിവസം തന്നെ ഉണ്ടാക്കി തീർക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ 2 മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിനിടയ്ക്ക് എൻ്റെ അപ്പൂസ് ഇവിടെ ഇരിക്കുന്ന പെയിൻറ്റിൻ്റെ മാർക്കർ പെൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അവനും വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഇടയ്ക്ക് ഓരോ സ്കെച്ചിൻ്റെ പേന പോലെ അത് കാണുന്നത് കേട്ടോ. പെയിൻറ്റ് അടിച്ചത് ഫുൾ ഫിനിഷിംഗ് ലുക്ക് കിട്ടിയതെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ബ്രഷ് ഇല്ല കേട്ടോ. ബ്രഷുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിള്ളേർ തന്നെ എടുത്ത് കളിച്ചൊക്കെ അങ്ങനെ നശിച്ചു പോയാണ് കേട്ടോ. പെയിൻറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ഉള്ള കുറേ കിടിപിടി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നെ പോലെ ഇതൊക്കെ ചെയ്യാൻ ഇവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ ഞാൻ എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചാലും അവരതൊക്കെ പറക്കിക്കൊണ്ട് പോകും കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രഷെല്ലാം പോയേ. അപ്പോൾ ഇനി അടുത്ത ബ്രഷ് എനിക്ക് വാങ്ങണം. അപ്പം ഞാൻ ഈ ബെഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തതും ഞാൻ ഇപ്പം അത് ഡിസൈൻ ചെയ്യുന്നതും കേട്ടോ. ഈ വീഡിയോയിൽ അവിടെ ഇവിടെ കാണുന്ന ബോട്ടുകളെല്ലാം ഞാൻ ഇതുപോലെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എടുത്തിട്ടാണ് കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല. ആകെ 2-3 മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ബോട്ടിലുകളെല്ലാം കൂടെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൂസ് കേട്ടോ. ആ സമയത്താണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് പെയിൻറ്റ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഇവിടെ തൊടാനും പിടിക്കാനൊക്കെ വേണമുണ്ട് കേട്ടോ. ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ ചായയും കൊണ്ടൊക്കെ പോകുന്ന ഫ്ലാസ്ക് ആയിരുന്നു കേട്ടോ. അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയപ്പോൾ ഞാൻ അന്നേ മാറ്റി വെച്ചിരുന്നതാണിത്. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളുടെ
ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ പറയണേ കേട്ടോ, എങ്ങനെയാണെന്ന് പറയണേ കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ വെക്കാം കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ്സോ അധികം പൊക്കം വെക്കാത്ത തരമുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ചെടികൾ കേട്ടോ, അങ്ങനെയൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഒരു മേലത്തെ ഒരു ഡിസൈനും കൂടെ നല്ല ഭംഗി അത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് നമുക്കതിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ നട്ടു വെക്കാം കേട്ടോ. നല്ല ഭംഗിയൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട്. ഞാനിതുപോലെ ഒരു ബോട്ടിൽ പണ്ടുണ്ടാക്കിയിട്ട് അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകില്ല കേട്ടോ. ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് കൊടുത്തിരുന്നതാണ്, പക്ഷേ പുറത്ത് നിൽക്കുന്ന കാരണം മഴയൊക്കെ പെയ്യുന്ന അറിയുന്ന കാരണം അതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ പോയി. എന്തായാലും കുറച്ചൊക്കെ പെയിൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അത് ഇതിൽ നട്ടു വെച്ചിരുന്നത് 10 മണിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് 10 മണിയാണ് നിൽക്കുന്നത് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഇത് ഓറഞ്ച് കളറും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ പച്ചയും ഓറഞ്ച് കളറും കൂടെ നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കളയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനും വരയ്ക്കാനൊക്കെ അറിയുന്നവർക്കാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കി ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷനും നല്ലൊരു ഹാപ്പിനെസ്സും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുവേ. എനിക്കിപ്പം പ്രത്യേകം സമയം ഇതിനു വേണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണേ. നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കും. അതുപോലെ ഇത്തിരി സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കൊരു സന്തോഷം കിട്ടും അതിന്നേ. പൂക്കൾ ഉണ്ടാക്കാൻ ഇറങ്ങി പൂക്കൾ ഉണ്ടാക്കാം. ഈ പമ്പേഴ്സ് കൂട് കൊണ്ടൊക്കെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ തുണികൾ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലത്തെ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഇതുപോലെ അടിപൊളി പോട്ടുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ഇതുപോലെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴും നമ്മുടെ വീട്ടിൽ വേസ്റ്റൊക്കെ കളയുന്നതിന് മുമ്പ് നമ്മളൊന്നും ചിന്തിച്ചാണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ ഐഡിയാസ് കിട്ടും കേട്ടോ. നമ്മൾ സ്വയം കുറച്ച് ശ്രമിച്ചെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒന്ന് വളർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.